ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് വാൾനട്ട് ഹൽവ. അപ്പോൾ അത് തയ്യാറാക്കാൻ ഞാൻ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പാലാണ് ആവശ്യം. അതിനുവേണ്ടി ഞാനിവിടെ പാൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പാൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ പാൽപ്പൊടി എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പാൽപ്പൊടി അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ഇപ്പോൾ പാലെടുത്താലും നമുക്ക് പാലുണ്ടെങ്കിൽ പാലെടുത്താലും മതി. ഇപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കട്ടകളൊന്നുമില്ലാതെ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് ഒരു ബൗള് പഞ്ചസാരയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ല ഫൈനായിട്ട് ഞാൻ അതിനെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വാൾനട്ടിലേക്ക് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടുള്ള വെള്ളം മതി. ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചു. ഇനി നമുക്കിതിലേക്ക് 2-3 സ്പൂണ് നെയ്യ് ആവശ്യമായിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് വെച്ചു. ഇനി നമുക്ക് റിഫൈൻഡ് ഓയിൽ ആവശ്യമാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നമുക്കെടുക്കാം. ഫ്ലേവേർഡ് ഓയിൽ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന വാൾനട്ട് ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാലൊഴിക്കാം. പാലൊഴിച്ച ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നല്ലതായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന വാൾനട്ടിൻ്റെ പേസ്റ്റ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അത് തിളച്ചും വരുന്നുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഈ സമയം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന നെയ്യും കൂടി 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തീ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അടിയിൽ പിടിക്കാതെ നോക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര പൊടിച്ചത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന സൺഫ്ലവർ ഓയിലിൽ നിന്ന് കുറേശ്ശെയായിട്ട് മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത്. ഓരോ സ്പൂണായിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് ഒഴിക്കരുത്. ഇടവിട്ട് മിക്സ് ചെയ്യുക, ഒഴിക്കുക. അങ്ങനെ ഇടവിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഹൽവ റെഡിയായി. നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കതിൽ ആവശ്യമുള്ള നട്ട്സൊക്കെ നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നട്ട്സൊക്കെ ചേർക്കുന്നുണ്ട്. കുറച്ച് നട്ട്സൊക്കെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ചേർത്ത് നമുക്കൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടോടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ വാൾനട്ട് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.